ഹലോ ഗൈസ്, ഞാനിതിപ്പോൾ എത്രാമത്തെ പ്രാവശ്യമാണ് എഡിറ്റ് ചെയ്യുന്നത് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ചുമ്മാ ബോറടിച്ചിട്ട് കാറിലാണ് കേട്ടോ. ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ എന്നാൽ പിന്നെ ഒരു എഡിറ്റ് ചെയ്യാതൊരു വീഡിയോ ഇടുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്തേക്കാം ഞാനും ഒന്ന് വെച്ചു കേട്ടോ. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഫലൂദ പിക്ചേഴ്സ് കാണിക്കുന്ന കോസ്റ്റ്യൂം ക്യാമറ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഗേൾസിലുള്ള അവരുടെ കോക്കറി കിട്ടി കാണിക്കുന്നത് എനിക്ക് മാത്രമാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളത് ഞാൻ പറയുന്നില്ല. തിരുവല്ലയിലുള്ള പല ലൊക്കേഷനിൽ നിങ്ങൾ സസ്പെൻസ് ആയിട്ടാണ് കൊടുക്കുക. പുറകിൽ എൻ്റെ അമ്മ വരുന്നുണ്ട്. നമുക്കങ്ങനെ ക്യാമറയിലൊന്നും വരാൻ വലിയ ഇഷ്ടമല്ല. ക്യാമറയിൽ വീഡിയോ എടുക്കുന്നുണ്ട്. എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കും. പിന്നെ അങ്ങനെ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. സസ്പെൻസ് ആണ്. നമ്മൾ ദൂരക്കാഴ്ചയില്ലാത്ത കണ്ണാടി മേടിക്കാൻ പോയിട്ട് തിരിച്ചങ്ങോട്ട് വന്നപ്പോൾ കാറങ്ങോട്ട് തിരിച്ചു. ഇപ്പം ഞാൻ കാറിലിരിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് പല പല കലകളാണ് ശബ്ദം. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. എന്താ കിടക്കാഴ്ചയായിരുന്നു. സസ്പെൻസൊന്നും ആണ്, സസ്പെൻസാണ്. പിന്നെ ഞങ്ങൾ കാറിൽ കയറി. ഞാൻ എൻ്റെ കോമഡി കേട്ടിട്ട് ചിരിച്ചാണ് കേട്ടോ. പിന്നെ വീണ്ടും ഒരു കോക്കറി കുത്തി കാണിക്കലുണ്ട്. അത് നിങ്ങളാരും വിചാരിക്കേണ്ട. പിന്നെ ഇതൊരു കോക്കറി കുത്തി കാണിക്കലാണ്. നിങ്ങളെ ചിരിക്കാൻ പാടില്ല. കാരണം ഞാനാണ് കോക്കറിയുടെ രാജാവ്. അപ്പോൾ രാജാവ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൂടെ? അപ്പോഴാണ് കേട്ടോ ഞാൻ കാർ വാച്ചർമാൻ, അതായത് സെക്യൂരിറ്റി പോയിട്ട് ഒരാളാണ് കാറിൻ്റെ പുറകുവശം പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ചുമ്മാ പുറകുവശം കാണിച്ചു. ഞാനാണെങ്കിൽ ഫ്രണ്ട് വീഡിയോ എടുത്താണെങ്കിൽ സൈഡ് വീഡിയോ ഒക്കെ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. ഫുള്ള് നിങ്ങൾക്ക് കാണുമെന്ന് അറിയത്തില്ല. പൊയ്ക്കോ എന്ന് ഞാൻ പറയുന്നുണ്ട്. ഞാൻ പൊയ്ക്കോ എന്നാണ് പറയുന്നത്. കാറ് കിടന്ന് കുലുങ്ങുന്നതാണ് കേട്ടോ ഇങ്ങനെയാവുന്നത്. എനിക്കിതെന്നെ അറിയത്തില്ല. എൻ്റെ കണ്ണ് പോകുന്നത് കണ്ടോ ഗൈസ് നിങ്ങൾ? എന്തോ കൂട്ടമായ കാഴ്ച കണ്ട പോലാണ് കേട്ടോ ഞാനിരിക്കുന്നതൊക്കെ. ചത്തില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോഴാണ് ഗൈസ് നമുക്ക് നിങ്ങളതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഞെട്ടുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഞെട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റിലിങ്ങനെ ഓരോ വ്യക്തികാരിയോട് കൂടി ഇങ്ങനെ നടക്കുമല്ലോ വർക്കുകാരികളൊക്കെ. അവർ വന്ന് മോൻ വന്ന് കാർ ചെയ്താണ്. ഞാൻ മേടിച്ചു എൻ്റെ കടപ്പ് ഇളകി പോയി ചോദിക്കാതെ. നമ്മളൊന്നും കാര്യം വെക്കാൻ പാടില്ല. എൻ്റെ ഗോഷ്ടിയും നിങ്ങൾ കാണുമ്പോഴായിട്ടില്ല. ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ലതല്ലേ? പിന്നെ കുറേ നേരം ഈ കാർ യാത്ര ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന് വെച്ചപ്പോൾ ഫോൺ അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഫോൺ കിടന്ന് കളകളകളകളാന്ന് കൊടുത്ത് എൻ്റെ വാബോലാണ്. എൻ്റെ ഒരു കൂടപ്പിറപ്പാണ് ഫോൺ. പിന്നെ ഞാനാണ് ഈ കാറിലൊക്കെ പോയി. അയ്യോ ഞാൻ അറിഞ്ഞത് പോലും ഇല്ല ശാന്തേച്ചി. ഞാൻ അറിഞ്ഞത് പോലും ഇല്ല വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അറിഞ്ഞത് പോലും ഇല്ലാത്ത രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളിതൊന്നും കാര്യമാക്കേണ്ട കാര്യമേ ഇല്ല. അടിപൊളിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യണേ. സഹായിക്കണം കേട്ടോ.